ബി.ജെ.പി. പഠനശിബിരം നടത്തി. കായംകുളം മണ്ഡലം പഠനശിബിരമാണ് നടന്നത്. ദീനദയാൽ ഉപാധ്യായ മഹാ അഭിയാൻ എന്ന പേരിലായിരുന്നു ശിബിരം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് ഭരണമാറ്റമല്ല, സ്ഥാനമാനങ്ങൾ വെച്ചുമാറുക മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരുന്നയാൾ മുഖ്യമന്ത്രിയാകുകയും മുഖ്യമന്ത്രിയായിരുന്നയാൾ പ്രതിപക്ഷ നേതാവാവുകയും ചെയ്തതല്ലാതെ ഭരണനയ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും വരുത്താതെ LDF സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന UDF സർക്കാരിനെയാണ് വി.ഡി. സതീശൻ നയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബി.ജെ.പി. കായംകുളം മണ്ഡലം പഠനശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതായത് 20-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതത്തിൽ വിരിയുകയും അതേ നൂറ്റാണ്ടിന്റെ സായാഹ്നത്തിൽ വാടിക്കരിയുകയും ചെയ്ത ചുവന്ന പുഷ്പമാണ് കമ്മ്യൂണിസം എന്ന് ഇന്ത്യന്റെ ചരിത്രം എഴുതുന്ന നാളെയുടെ ചരിത്രകാരന്മാർ ആലങ്കാരികമായ ഭാഷയിൽ സൂചിപ്പിക്കും. ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർക്കെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം, എന്തും പറയാം. പക്ഷേ ഒരാൾ മരിച്ചു പോയാൽ അതിൽ എത്ര ക്രൂരനായാലും 2 നല്ല വാക്ക് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ കമ്മ്യൂണിസത്തെ കുറിച്ച് എൻ്റെ ജീവിതത്തിൽ മുഴുവൻ എതിർത്താ പറഞ്ഞത്. പക്ഷെ ഇപ്പം കമ്മ്യൂണിസം ഇല്ല, അത് മരിച്ചുപോയി. ആ മരിച്ച കമ്മ്യൂണിസത്തെ കുറിച്ച് 2 വാക്ക് പറയുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കമ്മ്യൂണിസം അകാല ജനനം പ്രാപിച്ചു. വിലാപ യാത്രകളില്ലാതെ, അനുശോചന യോഗങ്ങളില്ലാതെ, റീത്ത് സമർപ്പണമില്ലാതെ ഈ ഭൂമുഖത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അന്ത്യകൂദാശ നടന്നു. ദീനദയാൽ ഉപാധ്യായ മഹാഅഭിയാൻ എന്ന പേരിലാണ് പഠനശിബിരം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. ശിബിരാധികാരി സജു കുരുവിള, അനിൽ വള്ളികുന്നം, കൃഷ്ണകുമാർ രാമദാസ്, പാലമുട്ടത്ത് വിജയകുമാർ, രമേശ് കൊച്ചുമുറി, സുനിത രാജു, ബിജു ആസക്കാട്ട്, ബിപിൻ രാജ്, വി കൃഷ്ണകുമാർ, പുളിയറ വേണുഗോപാൽ, പ്രദീപ് കണ്ടല്ലൂർ, അഡ്വക്കേറ്റ് സജീദ് തവക്കൽ, സുനിൽ ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.